Question. In how many ways can the letters of the word permutations 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. In how many ways can the letters of the word permutation be arranged if, first part, words start with P and end with S. Start with P and end with S. Second, vowels are all together. Third one, there are always 4 letters between P and S. 4 letters between P and S. In how many ways can the letters of the word permutations be arranged if the words start with P and end with S? Vowels are all together. There are always 4 letters between P and S. ആക്ച്വലി ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, ഇത്ര ഒന്നും വലുത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് തന്നെന്നുള്ളതേ ഉള്ളൂ. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പം നമുക്ക് നോക്കാം. പെർമിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലെറ്റർ. ഇതൊരു 12 ലെറ്റർ വാക്കാണ്. ഇനി റെപ്പറ്റീഷൻസ് ഉണ്ടോ അതിനകത്ത്? ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1, 2. ഇനി വേറെ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റെപ്പറ്റേഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ടി മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളോട് ആദ്യം ചോദിച്ചേക്കുന്നത് ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. അപ്പോൾ നമ്മൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യണം, ഇടയ്ക്ക് 10 ലെറ്റേഴ്സ് ഉണ്ട്, എസ്സിൽ എൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 10 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം പിയും എസ്സും ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ 10 ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ടി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്തേണ്ടത്. ടോട്ടൽ ദർ ആർ 12 ലെറ്റേഴ്സ് വെയർ ടി റിപ്പീറ്റ്സ് 2 times. We fix P at the left end point and S at the right end point. We fix P at left end point and S at right end point. Now we have to fill the remaining 10 positions. Out of which T repeats 2 times. T ഇതിനകത്താണ് വരുന്നത്. Therefore, the number of words is equal to 10 factorial divided by 2 factorial. ഈ 10 എണ്ണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 10 factorial divided by 2 factorial വരും. ചെയ്യുമ്പം 1814400. പിയിൽ തുടങ്ങി എസ്സിൽ എൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് വൗവൽസ് ഒരുമിച്ച് വരുന്നതാണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം 12 ലെറ്റേഴ്സിൽ എത്ര വൗവൽസിൻ്റെ അകത്തുണ്ട്? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. 5 വൗവൽസ് വരുന്നുണ്ട്. ഈ 5 വൗവൽസിനെ നമ്മൾ ഒരുമിച്ചെടുക്കുക. അപ്പം മിച്ചമുള്ള 7 ഒരുമിച്ച്. അപ്പോൾ ഇത് 7, ഇത് 5. അപ്പോൾ ഈ 7ൻ്റെ കൂട്ടത്തിലോട്ട് ഇത് ഒരെണ്ണമായിട്ട് കൺസിഡർ. വൗവൽസ് ഒരുമിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ 7 + 1 8 ലെറ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അകത്ത് ടി മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വൗവൽസ് ഒക്കെ ടുഗദർ എന്ന് പറയുമ്പോൾ വൗവൽസിനെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തു. അപ്പോൾ വൗവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റതായിട്ട് എടുത്താൽ മിച്ചം 7 ഉണ്ട്. 7 + 1 8 ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഈ 8 ഒബ്ജക്ട്സിൻ്റെ അകത്ത് ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇനി ഈ വൗവൽസ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയലാണ് വൗവൽസിനെ ഒറ്റ ഇതായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ വൗവൽസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്നും കൂടെ വരുമ്പം അത് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്നും കൂടെ വരും. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട്
vowels occur together. There are 5 vowels in this word. We consider this all as a single word, single object. We consider this as a single object. A-E-I-O-U ഒറ്റയിതായിട്ട് കൺസിഡർ ചെയ്യാം. We consider the vowels as a single object for the time being. Remaining there are 7 letters. Out of which T repeats 2 times. Remaining there are 7 letters out of which T repeats 2 times. Remaining there are 7 letters out of which T repeats 2 times. If we consider the vowels as a single object, there are total 8 letters of which objects of which T repeats 2 times. So the number of arrangements is 8 factorial by 2 factorial. Therefore the number of arrangements is 8 factorial by 2 factorial. But the vowels can be arranged in 5 factorial different ways. Therefore, total number of arrangements in which all the vowels are together is equal to 8 factorial by 2 factorial into 5 factorial. Answer 2419200. 2419200. Total number of arrangements in which the vowels are together is equal to 8 factorial by 2 factorial into 5 factorial. ഇനി ലാസ്റ്റ് പാർട്ട് അതൊന്ന് ഇച്ചിരി അതാണ് അതിൻ്റെ അത് ബുദ്ധിമുട്ടുള്ള പോർഷന്. അത് നമ്മളൊന്ന് ഇച്ചിരി ആലോചിച്ച് നോക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മുടെ പെർമിറ്റേഷനുള്ള വാക്കിനകത്ത് മൊത്തം 12 ലെറ്റേഴ്സാണ് ഉള്ളത്. മൊത്തം 12 ലെറ്റേഴ്സിൻ്റെ അകത്ത് എപ്പോഴും പിയുടെ എസിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ നമ്മളിവിടെ പിയും ഇവിടെ നമ്മൾ എസ്സും എടുത്താൽ അതിൻ്റെ ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് എപ്പോഴും വേണം. അപ്പം പിയും എസ്സും എന്നുള്ളത് പി ഇവിടെയും എസ് ഇവിടെ, അല്ലെങ്കിൽ എസ് ഇവിടെയും പി ഇവിടെ, അത് ഏതാണെങ്കിലും പറ്റില്ല. പിയുടെ എസിൻ്റെ ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒറ്റ സെറ്റായിട്ട് എടുക്കുക. ആ 6 ലെറ്റേഴ്സ് പിയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 4 ലെറ്റേഴ്സും എസ്സും കൂടെ ചേർത്ത് നമുക്ക് അത് 6 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ ഒരു സെറ്റായിട്ട് എടുക്കുക. പിന്നെ മിച്ചം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? മിച്ചം നമുക്ക് 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ലെറ്റേഴ്സ് വരും, ഇവിടെയും കുറച്ച് വരും. മൊത്തം 12 ലെറ്റേഴ്സാണ്. 6 എണ്ണം നമ്മൾ മാറ്റി, പിന്നെ മിച്ചം 6 എണ്ണം കൂടെ ഉണ്ട്. ഈ 6 എണ്ണത്തിന്, ഈ മിച്ചമുള്ള 6 എണ്ണം ഈ പിയുടെ എസിൻ്റെ ഇടയ്ക്കത്തെ ഉള്ളതിന് നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് മൊത്തം 7 ഒബ്ജക്ട്സിനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അതിൽ തന്നെ T 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ രീതി വരും. അപ്പോൾ നമുക്ക് 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. പക്ഷേ ഇതും കൊണ്ട് തീരുന്നില്ല. ഈ പിയും എസ്സും എടുക്കുന്നത് പി തുടക്കത്തിൽ എഴുതിയിട്ട് എസ് രണ്ടാമത് എഴുതാം, അല്ലെങ്കിൽ എസ് എടുത്തിട്ട് പി രണ്ടാമത് എഴുതാം. അപ്പോൾ അത് 2 ഫാക്ടോറിയൽ രീതിയിൽ പി എ എസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടും തീരുന്നില്ല. ഇനി ഈ പിയുടെ എസിൻ്റെ ഇടയ്ക്കത്തെ 4 ലെറ്റേഴ്സ് നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ മേലെ. മൊത്തം 10 ലെറ്റേഴ്സ് ഉണ്ട്. പിയും എസ്സും അല്ലാതെ മൊത്തം 10 ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും 4 ലെറ്റേഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലേ? മൊത്തം 10 ലെറ്റേഴ്സിൽ ഏതെങ്കിലും 4 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 10P4 ആണ്. മൊത്തം 10 എണ്ണം ഉണ്ട്, പി യു എസ്സും അല്ലാതെ. അതിൽ ഏതോ 4 എണ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് 10P4 അറേഞ്ച്മെൻറ്റ് വരും. അപ്പോൾ ഇത്രയും വരും ഇതിൻ്റെ മൊത്തത്തിൽ. അപ്പോൾ നമുക്കത് പതുക്കെ ചെയ്യാം. There are always 4 letters between P and S. There are always 4 letters between P and S. Therefore, if we consider P, S and the 4 letters between them as a single object, if we consider P, S and the 4 letters between them as a single object,
There are total 7 letters to be arranged. There are total 7 letters to be arranged, out of which T repeats 2 times. Out of which T repeats 2 times. Out of which T repeats 2 times. So the number of arrangements will be 7 factorial by 2 factorial. അതായത് പി യു എസും അതിനിടയ്ക്കത്തെ 4 വാക്കുകളും കൂടെ നമ്മൾ ഒറ്റ ഇതായിട്ട് എടുത്തു. മിച്ചം 6. അപ്പോൾ 6 + 1 7. അതിൽ തന്നെ ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 7 factorial by 2 factorial വരും. T repeats 2 times, so the number of arrangements will be 7 factorial by 2 factorial. അടുത്തത്, there are 10 letters other than P and S. There are 10 letters other than P and S. So the 4 letters between P and S can be chosen from the 10 letters. So the 4 letters between P and S can be chosen from the 10 letters, and the number of such arrangement will be 10p4. There are 10 letters other than P and S, so the 4 letters between P and S can be chosen from the 10 letters, and the number of arrangements will be 10p4. Also P and S, P U S രണ്ട് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യം P വരാം, രണ്ടാമത് P വരാം. P and S can be arranged in 2 factorial ways. Also P and S can be arranged in 2 factorial ways. Therefore the total number of arrangements is 7 factorial by 2 factorial into 10p4 into 2 factorial. അപ്പോൾ 7 factorial into 2 factorial 2 factorial പോവും. 10 factorial by 6 factorial വരും. 10 factorial by 6 factorial എന്ന് പറയുമ്പം 7 into 10 factorial. 6 factorial 7 factorial കൂടെ പോകുമ്പോൾ 7 വരുള്ളൂ. അപ്പോൾ 10 factorial into 7 വരും. 25401600. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് പി യു എസും അതിൻ്റെ ഇടയ്ക്കത്തെ വേർഡിനെയും കൂടെ നമ്മൾ ഒറ്റ ഇതാക്കുകയാണ്. മിച്ചമുള്ള 6. അപ്പോൾ 6 + 1 7. അത് 2 ടൈംസ് ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 7 factorial by 2 factorial. പിന്നെ ഈ 4 ലെറ്റേഴ്സിനെ 10 എണ്ണത്തിൽ നിന്ന് 4 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് 10p4 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പി യു എസ് നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th one. In how many of the distinct permutations of the letters? In how many of the distinct permutations of the letters of the word Mississippi? In how many of the distinct permutations of the letters of the word Mississippi do the 4 I's not come together? The 4 I's not come together. In how many of the distinct permutations of the letters of the word Mississippi do the 4 I's not come together? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് റെപ്പറ്റീഷൻ ഉള്ളൊരു വാക്കായിട്ട് എസ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 വാക്കുള്ള ലെറ്ററാണ്. അതിൽ എം മാത്രമേ റിപ്പീറ്റ് ചെയ്യാത്തുള്ളൂ, ബാക്കി ലെറ്ററുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ഐകളെല്ലാം ഒരുമിച്ച് വരാത്തത്, 4 ഐയും കൂടെ ഒരുമിച്ച് വരുന്നത് അല്ലാത്ത എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, 4 ഐകളും കൂടെ ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നടന്ന് അത് കുറച്ചാൽ പോരെ. അല്ലാതെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ടോട്ടൽ എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, എത്ര എണ്ണത്തിൻ്റെ അത് ഐകൾ ഒരുമിച്ച് വരുന്നത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പം ഐകൾ ഒരുമിച്ച് വരാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എസ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ 4 ടൈംസ്, പി 2 ടൈംസ്.
Here S repeats 4 times, I repeats 4 times and P repeats 2 times. Therefore, the number of distinct permutation of the word is 11 factorial divided by 4 factorial into 4 factorial into 2 factorial. Eleven factorial by 4 factorial into 4 factorial into 2 factorial. മൊത്തം 11 ലെറ്റേഴ്സ് ഉണ്ട്. അത് റെപ്പറ്റീഷൻസ് ഉള്ളത് ഇത്രയുണ്ട്. അപ്പം ഈ മിസിസിപ്പിയുടെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. 11 factorial by 4 factorial into 4 factorial into 2 factorial. നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 11 into 10 into 9 into 8 into 7 into 6 into 5 into 4 factorial divided by 4 factorial into 4 factorial into 2 factorial. അപ്പം ഇനി 4 factorial എന്ന് പറയുമ്പം അത് 2 into 3 into 4 ആണ്. അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്കിനെ 2 into 3 into 4 into 2 എന്ന് എടുക്കാം അല്ലേ. ഈ ഇത്ര എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അത് 2 into 4 എന്ന് പറയുമ്പോൾ നമുക്ക് 8 ക്യാൻസൽ ചെയ്യാം. 3 into 2 എന്ന് പറയുമ്പോൾ 6 ക്യാൻസൽ ചെയ്യാം. അപ്പം മിച്ചം ഇത് എത്രയുണ്ട്? 11 into 10 into 9 into 7 into 5. ഇത്രയാണ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മിസിസിപ്പി പറയുന്നത്. ഇനി ഐകൾ ഒരുമിച്ച് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഐകളെല്ലാം കൂടെ 4 ഐസ്, മിച്ചമുള്ളതെല്ലാം കൂടെ ഒരുമിച്ച്. അപ്പോൾ ഐകളെല്ലാം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ മിച്ചമുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 7ആണ്. അപ്പോൾ ഇവിടെ 7 + 1 8 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതിൽ ഐ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐയുടെ കാര്യം നമ്മൾ നോക്കണ്ട, അതിന് ഒറ്റ ഇതായിട്ടാണല്ലോ കൺസിഡർ. ഐ നോക്കണ്ട. ഈ 7 ലെറ്റേഴ്സിൻ്റെ അകത്ത് എസ് 4 പ്രാവശ്യം പി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. If we consider all the i's as a single object, there are remaining 7 letters. If we consider all the i's as a single object, there are remaining 7 letters. So total we have to arrange 8 letters. Of which 8 letters of which there are 2 P's and 4 S. Therefore, number of arrangements is equal to 7 + 1 8 factorial 4 factorial into 2 factorial. ഇവിടെ ഐകൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഒരു രീതിയിലുള്ളൂ. കാരണം എല്ലാ ഐകളും ഐഡൻറ്റിറ്റിക്കലാണ്. അപ്പോൾ ഐകളെ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റു 4 factorial by 4 factorial ചെയ്യേണ്ട കാര്യമില്ല. അപ്പം 8 into 7 into 6 into 5 into 4 factorial divided by 4 into 4 factorial into 2 factorial. 4 factorial ക്യാൻസൽ ചെയ്ത് പോകും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3. അപ്പം 8 into 7 into 3 into 5 വരും. അപ്പം നമുക്ക് ചെയ്തത് 4 ഐകളെയും കൂടെ ഒരുമിച്ചെടുത്തു, മിച്ചമുള്ള 7. അപ്പം ടോട്ടൽ 7 + 1 8 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിൽ എസ്സും പിയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ഇത്ര അറേഞ്ച്മെൻറ്റുകളാണ് ഉള്ളത്. Therefore, the number of arrangements in which all the i's are not together എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. 11 into 10 into 9 into 7 into 5 minus 8 into 7 into 3 into 5. The number of arrangements in which all the i's are not together. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 33810 എന്ന് കിട്ടും. അതിൻ്റെ ഡിഫറൻസ് ആണ് 33810. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി സമയമെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇനി 2 ക്വസ്റ്റ്യൻ ഹോംവർക്കും കൂടെ തരാം. അതുകൊണ്ട് നമ്മൾ പെർമിറ്റേഷൻ നിർത്തിയിട്ട് കോമ്പിനേഷനോട്ട് പോവാണ്.
ഫൈൻഡ് ദി നമ്പർ ഓഫ് 9 letter arrangements of the word. അത് വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് 9 letter arrangements of the word institute. ഫൈൻഡ് ദി നമ്പർ ഓഫ് 9 letter arrangements of the word institute. അപ്പോൾ ഇതിനകത്ത് മൊത്തം 9 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് റെപ്പറ്റീഷൻ വരുന്നതിന് നമ്മൾ ആ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അതേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനായിട്ട്. അതിൻ്റെ ആൻസർ 30240 വരും. 30240 നമ്പർ ഓഫ് 9 letter arrangements of the word institute. Next question. How many words with or without meaning? How many words with or without meaning can be made from the letters of the word Monday, assuming that no letter is repeated? How many words with or without meaning can be made from the letters of the word Monday, assuming that no letter is repeated? എന്നിട്ട് അത് 3 പാർട്ടായിട്ട് തന്നേക്കുന്നത്. ഇഫ് 4 letters are used at a time. ആദ്യം 6 എണ്ണത്തിൽ 4 എണ്ണം യൂസ് ചെയ്യുന്നത്. 4 letters are used at a time. 4 letters are used at a time. Second, 6 letters are used at a time. 6 letters are used at a time. Four letters are used at a time. All letters are used at a time. Third one, all letters are used but first letter is a vowel. All letters are used but first letter is a vowel. First letter is a vowel. അപ്പോൾ ആൻസർ 4 ലെറ്ററിൻ്റേത് 360, ഇത് 720, വൗവലിൻ്റേത് 240. അപ്പം മൺഡേ എന്നുള്ള വാക്ക് വെച്ചിട്ട് എത്ര 4 letter വേർഡ് നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് വളരെ സിമ്പിളാണ്. 6 letters ഉണ്ട്, 4 എണ്ണം ഉള്ളത് ഉണ്ടാക്കണം. 6P4 യൂസ് ചെയ്താൽ മതി. ഇനി 6ഉം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 6P6 ആണ് വരുന്നത്. അവസാനത്തേത് ചോദിച്ചേക്കുന്നത് എല്ലാ ലെറ്ററും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ലെറ്റർ വൗവലായിരിക്കണം. അപ്പോൾ 6 പൊസിഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ 2 വൗവലാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ മാത്രം നമുക്ക് 2 എണ്ണം ഉപയോഗിക്കാം. പിന്നത്തെ പൊസിഷനുകളിൽ നമുക്ക് മിച്ചമുള്ള 5, 4 അതൊന്നും പറഞ്ഞ് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 240 കിട്ടും.